എൻ്റെ പേര് അശോകൻ. ഞാനൊരു ചെത്തുതൊഴിലാളിയായിരുന്നു. ഇപ്പോൾ റിട്ടയർമെൻ്റാണ്. റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാനൊരു 5000 റുപ്യ പെൻഷൻ വാങ്ങിക്കുന്ന 5000 റുപ്യ പെൻഷൻ കിട്ടാനൊരു കാരണമുണ്ട്. വിജയേട്ടൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം ആണ് അത് കിട്ടാനുണ്ടായ കാരണം. കിട്ടിയ കാരണം എന്ന് പറഞ്ഞാൽ ചെത്ത് തൊഴിലാളി ക്ഷേമനിധിയിൽ കെട്ടിക്കിടക്കുന്ന ഒരു 1000 കോടി ഉറുപ്പ്യ ഉണ്ടായിരുന്നു. ആ കോടി ഉറുപ്പ്യൻ്റെ പലിശ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ എല്ലാ ആളുകൾക്കും 30 വർഷം സർവീസ് പൂർത്തിയായ എല്ലാ ആളുകൾക്കും 5000 റുപ്യ പെൻഷനും അതിന് പിന്നെ മിനിമം പെൻഷൻ 3000 നമുക്ക്. അപ്പോൾ ആ നിലയിലുള്ളൊരു പെൻഷൻ കിട്ടുന്നതിനുണ്ടായ കാരണം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇവരെല്ലാം പറയും പോലെ ഇവർ പറയുന്നത് പരിഹാസമാണ്. ചെത്തു തൊഴിലാളിയുടെ മകൻ എന്നൊരു പരിഹാസമാണെങ്കിലും ചെത്തു തൊഴിലാളി എന്ന നിലയിൽ അഭിമാനം കൊള്ളുന്ന ആളെ വിജയേട്ടൻ. നമ്മളൊക്കെ ആ ചെത്തു തൊഴിലാളി എന്ന നിലയിൽ അഭിമാനം കൊള്ളുക വിജയേട്ടൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ. പിന്നെ ഇവിടെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ നല്ല ആവേശമുള്ള തെരഞ്ഞെടുപ്പാണ്. ധർമ്മട മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു എതിരാളിക്കും ഇവിടെ സാധ്യതയില്ല. ഒരു എതിരാളിക്കും സാധ്യതയില്ല. കഴിഞ്ഞ വർഷം വിജയേട്ടൻ ജയിച്ചത് 50,123 വോട്ടിനാണ്. ഇവിടെ വികസന പ്രവർത്തനങ്ങൾ ഇതാ ഈ കാണുന്നതെല്ലാം വികസനത്തിന്റെ ഭാഗമല്ലേ. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 90 ലക്ഷം കോടി ഉറുപ്പ്യന്റെ പദ്ധതിയല്ലേ ഇവിടെ നടത്തിന്. 90,000 അല്ലേ, 90,000 കോടിയുടെ വികസന പ്രവർത്തനം നമ്മൾ നടത്തി. അതിന്റെ ഭാഗമായിട്ടാണ് കിഫ്ബിയുടെ ഭാഗമായിട്ടാണ് 1.5 വർഷം കൊണ്ടാണ് ഈ പാലം പൂർത്തീകരിച്ചിട്ടുള്ളത്, ഈ അണക്കെട്ട്. അതിന്റെ ഭാഗമായിട്ട് ഈ ഭാഗത്തുള്ള ആളുകൾക്ക് മമ്പറം അതുപോലെ കോട്ടം പെരളശ്ശേരി ഒക്കെയുള്ള ആളുകൾക്ക് നല്ല ശുദ്ധജലം ഇപ്പം കിണറുകളിലെല്ലാം നല്ല രീതിയിലുള്ള വെള്ളം ശുദ്ധജലം ലഭിക്കുന്നതിന് സാധ്യത. അതുപോലെ തന്നെയാണ് ഈ കാണുന്ന റോഡുകൾ. ഈ റോഡുകൾ ഉണ്ടായത് ഇപ്പം മേലൂർ കടവ് പാലം. ഈ പുഴക്ക് തന്നെ ഒരു 9-10 പാലമുണ്ട്. ഈ പുഴ മമ്പറം മുതൽ കോട്ടം വരെ ഇവിടെ ചേക്കുപാലം വരെ നോക്കുകയെന്ന് വെച്ചാൽ ഒരു 10 പാലമെങ്കിലും ഉണ്ട്. ആ പാലങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത് ഇടതുപക്ഷത്തിൻ്റെ ഗവൺമെൻറ് ഉണ്ടായ കാലത്ത് മാത്രമാണ്. വേറെ ഒരു ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഉണ്ടായിട്ടില്ല. പിന്നെ നമുക്ക് ടൂറിസവും IT ആണ് നമ്മളെ പ്രധാന വൻകിട വ്യവസായങ്ങൾക്ക് സാധ്യതയുള്ള ഒരു സ്ഥലമല്ല കേരളം. അപ്പോൾ വീണ്ടും ഒരു ഗവൺമെൻറ് സഖാവ് പിണറായിയുടെ നേതൃത്വത്തിലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വത്തിൽ വീണ്ടും ഒരു ഗവൺമെൻറ് വന്നാൽ മാത്രമേ ഇതിൻ്റെ എല്ലാം പൂർത്തീകരണം ഉണ്ടാവും. അതിനാവശ്യമായ എല്ലാ നിലയിലുള്ള വോട്ടും നമ്മൾ ക്രമീകരിക്കും.